ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മനാൽ കിസിന്. അപ്പോൾ എല്ലാവർക്കും കൊടൈക്കനാൽ ട്രിപ്പ് സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫാമിലി ട്രിപ്പാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ കസിൻസും എൻ്റെ ഫാമിലിയും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു ട്രാവലർ വിളിച്ച് വന്നതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു 2000 രൂപ വെച്ച് ഫുഡ്, അക്കോമഡേഷൻ, മറ്റുള്ള എല്ലാ ചിലവും ഉൾപ്പെടെ കൂട്ടിയാലും ഒരാൾക്ക് ഒരു 2000 രൂപ വെച്ചാണ് ഈ ഒരു ട്രിപ്പിന് ചിലവ് വന്നുള്ളൂ. അപ്പോൾ ലോങ് ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാറി നിൽക്കാതെ ഇതുപോലെ ഒരു സുഹൃത്തുക്കളെയോ ഫാമിലീസിനെയൊക്കെ സംഘടിപ്പിച്ച് ഇതുപോലെ വർഷത്തിലൊരിക്കൽ ഒരു ട്രിപ്പ് പോകുന്നത് നമുക്കൊരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ വളരെ നല്ലതായിരിക്കും. ചിലവും വളരെ കുറഞ്ഞിരിക്കും. നമ്മൾ മാത്രമായിട്ട് ഇതുപോലെ പോകാമെന്ന് വെക്കുമ്പോഴാണ് ഈ ചിലവൊക്കെ വളരെ കൂടുതലാവുന്നത്. 10000 രൂപയുടെ ട്രിപ്പാണെങ്കിൽ കൂടെ വേറെ ആളുകളുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ അത് മാത്രമല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പോകുന്നതിൻ്റെ ആ ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ട്രിപ്പൊക്കെ സംഘടിപ്പിച്ച് എപ്പോഴും പോകാൻ നോക്കാം. അപ്പോൾ നമ്മൾ ബ്രിയാൻ പാർക്കിൽ നിന്ന് കൊക്കേഴ്സ് വാക്കിലേക്ക് വന്നു. ഇതും ഒരു വ്യൂ പോയിൻ്റാണ്. ഇതിനകത്ത് ധാരാളം സ്റ്റാളുകളുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് നന്നായിട്ട് കാണാൻ സാധിക്കുന്ന, ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ, ടിക്കറ്റ് എടുത്ത് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കയറി നിന്നാൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ ചെന്ന അന്ന് കോടയായതുകൊണ്ട് മൊത്തം കോടയായിരുന്നു. ശരിക്കും കൊടൈക്കനാൽ കോടയോടുകൂടി കാണാൻ തന്നെ വേറൊരു ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ ചെന്ന അന്നാണ് ഇത്രയും സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തത്. ഇനിയിപ്പോൾ സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരികെ റൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. അപ്പോൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് എത്തി. അവിടുത്തെ ഒരു നൈറ്റ് വ്യൂ പറയാൻ പറ്റില്ല, അത്ര മനോഹരമാട്ടോ കൊടൈക്കനാലിൻ്റെ നൈറ്റ് വ്യൂ. പ്രത്യേകിച്ച് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ആ ഒരു ചുറ്റുവട്ടം, ആ ഒരു നൈറ്റ് വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ രണ്ടാം ദിവസം രാവിലെ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പറയാൻ പറ്റില്ല, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡും ആയിരുന്നു. അത് അവരോട് ഞങ്ങൾ നേരിട്ട് പറഞ്ഞു. രാത്രി ഭക്ഷണം, രാവിലെ ഭക്ഷണം ഒക്കെ ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. അവിടെ നിന്ന് യാത്ര തിരിച്ചതാ ഈ ഒരു പ്ലേസിലെത്തി. ഷൂട്ടിംഗ് പ്ലേസൊക്കെ പോലത്തെ ഷൂട്ടിംഗ് പ്ലേസിലെത്തി. അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു, റീൽസ് എടുത്തു. ഒരു വളരെ മനോഹരമായ ഒരു പ്ലേസാണിത്. മണിക്കൂറിനടുത്ത് അവിടെ ചിലവഴിച്ച ശേഷം അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങളിപ്പോൾ ഒരു വ്യൂ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് കാണാൻ കയറുകയാണ്. ഗ്രീൻ വാലി വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. പക്ഷേ പെട്ടെന്നൊരു കോട വന്നത്, ആ കോട വന്ന് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു കോട. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പിറകെ ഓടി വരുന്ന ടൈപ്പ് കുരങ്ങന്മാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെയും ഞങ്ങൾ ഈ പറഞ്ഞോണം കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുരങ്ങന്മാരുടെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഒരുപാട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ശരിക്കും ആ ഒരു മേഖല കുരങ്ങന്മാരുടെ ഒരു ആസ്ഥാനം എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു അടുത്ത വ്യൂ പോയിന്റിലേക്ക്. പോകുന്ന വഴി ഒത്തിരി വ്യൂ പോയിന്റ് കണ്ടു ഞങ്ങൾ. ഭയങ്കര കോട അതോടുകൂടി ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലും ഒക്കെ പിന്നെ ചെന്ന വ്യൂ പോയിന്റിലൊക്കെ ഭയങ്കര കോടയായിരുന്നു. അതുകൊണ്ട് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ്. ഇവിടെയും ഞങ്ങൾ അധിക നേരമൊന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ ഒരു പൈൻ ഫോറസ്റ്റിലൂടെ നമുക്ക് നടക്കാം, ഫോട്ടോ എടുക്കാം, അത്രയൊക്കെ ഉള്ളൂ.
ഇതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലൂടെ അതിപ്രശസ്തമായി തീർന്ന ഗുണ കേവ് എന്ന സ്ഥലം. ഇതും ഈ പറഞ്ഞോണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എത്രത്തോളം കോട ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയും ഞങ്ങൾ അധികം നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല. ഈ കോട ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇതും അടുത്തൊരു വ്യൂ പോയിൻ്റാണ്. ഈ വ്യൂ പോയിൻറ്റിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. അവിടെ ആളുകൾ വ്യൂ പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ കാണുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന കണ്ടു. അപ്പം ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടോ. കുറച്ച് ഊട്ടിപ്പൂവൊക്കെ വാങ്ങിച്ചു, ക്യാരറ്റ് വാങ്ങിച്ചു, പിന്നെ കുട്ടികൾക്ക് ഈ ടോയ്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പർച്ചേസിങ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ കവർ ചെയ്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയും ഒറ്റ റൂട്ടിലായതുകൊണ്ട് യാത്ര സുഗമമായിരുന്നു. ഇനി നേരെ ഇവിടുന്ന് കമ്പം തേനി ചെന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. അവിടുന്ന് നേരെ ഞങ്ങൾ തേനിയിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. മുന്തിരിത്തോട്ടം എല്ലാവർക്കും അറിയാം, എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസാണ് നമ്മുടെ തേനിയിലെ മുന്തിരിത്തോട്ടം. അപ്പോൾ അവിടെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഈവനിങ് ആയി. അവിടുന്ന് ചെറിയൊരു പർച്ചേസൊക്കെ നടത്തി ഈ ചായയൊക്കെ കുടിച്ചു. ഞങ്ങളൊരു സന്ധ്യയോടനുബന്ധിച്ച് അവിടുന്ന് നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പം ഞങ്ങളുടെ ഈ ലോ ബഡ്ജറ്റ് ഫാമിലി കൊടൈക്കനാൽ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.